നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഒരു വീഡിയോ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ഈ എൻ്റെ ചാനലിൽ ചെയ്യുന്ന വീഡിയോസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. നമുക്കറിയാം, ഇന്ത്യൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. 24,851 എന്ന പ്രൈസിലാണ് ഇപ്പോൾ ലാസ്റ്റ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഏകദേശം ഓൾ ടൈം ഹൈയോടുകൂടി ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ത്യൻ എക്കണോമി ഡെവലപ്പ് ചെയ്യുന്നു, ഗ്രോ ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു ബിഗിനർ ആണെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഏറ്റവും ആദ്യമേ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിഫ്റ്റി എന്ന ഇൻഡെക്സിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ NSEയുടെ സൂചികയായ നിഫ്റ്റി 50യുടെ മുകളിൽ നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യും, അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിഫ്റ്റി 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അറിയത്തില്ലാത്തവർക്കാണെങ്കിൽ പറഞ്ഞുതരാം. നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മാർക്കറ്റ് ക്യാപിറ്റലുള്ള പല പല സെക്ടറുകളിലെ ഏറ്റവും ടോപ്പ് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും റാങ്കിൽ നിൽക്കുന്ന അങ്ങനെയുള്ള കമ്പനികളെ എടുത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബാസ്ക്കറ്റാണ് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. ആ ഒരു ബാസ്ക്കറ്റിൻ്റെ പെർഫോമൻസിനനുസരിച്ചാണ് നിഫ്റ്റി 50യിൽ വേരിയേഷൻസ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു നിഫ്റ്റി 50യുടെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ, നമുക്കൊരു വലിയ ടൈം ഫ്രെയിം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, തൊട്ടുള്ള ചാർട്ടാണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ആ ഒരു സമയം തൊട്ട് ഈ ഒരു സമയം വരെയുള്ള നിഫ്റ്റിയുടെ ഗ്രോത്ത് നോക്കുക. തീർച്ചയായിട്ടും നിഫ്റ്റി മുകളിലേക്ക് പോയിട്ടുണ്ട്, വീണ്ടും താഴോട്ട് വന്നിട്ടുണ്ട്, വീണ്ടും മുകളിലേക്ക് പോയിട്ടുണ്ട്, താഴോട്ട് വന്നിട്ടുണ്ട്, വീണ്ടും മുകളിലേക്ക് പോയിട്ടുണ്ട്, താഴോട്ട് വന്നിട്ടുണ്ട്, വീണ്ടും മുകളിലേക്ക് പോയിട്ടുണ്ട്, താഴോട്ട് വന്നിട്ടുണ്ട്, മുകളിലേക്ക് പോയിട്ടുണ്ട്, താഴോട്ട് വന്നിട്ടുണ്ട്, ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കെന്താണ്, ഇൻഡെക്സ് നമുക്ക് ഏകദേശം ആനുവലൈസ്ഡ് റിട്ടേൺ ഏകദേശം 14-15% റിട്ടേൺ നമുക്ക് ഈ ഒരു ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 15% ഒന്നും പോരാ, നമുക്ക് അതിലും മനോഹരമായിട്ടുള്ള റിട്ടേൺ എങ്ങനെ അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അതും വളരെ സിംപ്ലസ്റ്റായിട്ട് ഏറ്റവും സ്മൂത്തായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഒരു റിട്ടേൺ നമുക്ക് നോർമലായിട്ട് നമ്മൾ SIP തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു 15% കിട്ടും. പക്ഷേ നമുക്ക് ഈ ഒരു 15% പോരാ, ഇതിൻ്റെ ഒരു 3 ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടി റിട്ടേൺ അച്ചീവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതെങ്ങനെ റിട്ടേൺ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യമേ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡെക്സാണ് നിഫ്റ്റി 50 എന്ന് പറഞ്ഞ ഇൻഡെക്സ്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ വേർഷൻ 1 ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിഫ്റ്റി 50 സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ, ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ വേർഷൻ 1 വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പോൾ ഈ ഒരു വേർഷൻ 1 കഴിയുമ്പോഴത്തേനും വേർഷൻ 2 ഉണ്ട്, അതിനുശേഷം വേർഷൻ 3 ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തന്നെ വേർഷൻ 2 വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ വേർഷൻ 2ൻ്റെയും വേർഷൻ 3യുടെയും വീഡിയോ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വേർഷൻ 1ൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒന്നുകിൽ നമുക്ക് വേർഷൻ 1 മാത്രം ഫോളോ ചെയ്ത് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാം, അല്ലെങ്കിൽ നമുക്ക് വേർഷൻ 2 മാത്രം എടുത്ത് അത് മാത്രം പഠിച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാം. ഇനി വേർഷൻ മൂന്നാമത്തത്, അതായത് വേർഷൻ 1ൻ്റെയും 2ൻ്റെയും ഒരു മിക്സാണ് വേർഷൻ 3 എന്ന് പറയുന്നത്. ആ ഒരു വേർഷൻ 3 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഫണ്ട് മാനേജ് ചെയ്ത് ഇതിലും അതിമനോഹരമായിട്ടുള്ള ഒരു റിട്ടേൺ അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വേർഷൻ 1 ഈ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ കൃത്യമായിട്ട് അഭിപ്രായം പറയുക, ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക, എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള ഡ്രോബാക്സ് എന്ന് കണ്ടെത്തി നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഇതെല്ലാം മെൻഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും എനിക്ക് ഒരു 100 കമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതുപോലെയുള്ള മെത്തേഡ്സ് ഇനിയും വേണം, വേർഷൻ 1 കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞ് ഇങ്ങനെ കമൻറ്റ് എനിക്ക് കിട്ടിക്കഴിയുമ്പോഴായിരിക്കും, ഒരു മിനിമം ഒരു 100 കമൻസ് എങ്കിലും കിട്ടിക്കഴിയുമ്പോഴായിരിക്കും ഞാൻ വേർഷൻ 2 അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വളരെ വലിയൊരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത്, ആദ്യമേ തന്നെ നമ്മൾ വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് നമ്മൾ ഓപ്പൺ ആക്കുന്നത്. അപ്പം ഈ ഒരു വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്ക്, ഓക്കെ, അപ്പം വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്താണ്? അതായത് ഇവിടെ കാണുന്ന ഓരോ ക്യാൻഡിൽസും അറിയത്തില്ലാത്തവർക്ക് പറഞ്ഞു തരുവാണ്, ഇത് ഓരോ വീക്കിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതൊരു വീക്കിനെ, അതായത് ഒരു ആഴ്ചയിലുണ്ടായ നിഫ്റ്റിയുടെ പ്രൈസിലുണ്ടായ വേരിയേഷനെയാണ് ഓരോ ക്യാൻഡിൽസും സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ വലിയൊരു ടൈം ഫ്രെയിമിലാണ് നമ്മൾ ചാർട്ട് തന്നെ നോക്കുന്നത്. കേട്ടോ, ഇത്രയും ഒരു ടൈം ഫ്രെയിം ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കിവിടെ 2022 തൊട്ട് 2024 അതായത് നമുക്ക് ഏകദേശം ഒരു 2.5 വർഷത്തെ ചാർട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വലിയ ടൈം ഫ്രെയിം എടുക്കുന്നത് എന്തിനാണ്? നമുക്ക് കൃത്യമായിട്ടുള്ള എൻട്രി വളരെ സേഫ് ആയിട്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഒരിക്കലും 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നും ഇടരുത്, വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഇടാവുള്ളൂ. അപ്പം ഇത് ഏത് പ്ലാറ്റ്ഫോമാണ്? ഇത് അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡൊക്കെ ചെയ്യുന്നതിന് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അപ്സ്റ്റോക്സ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക്
ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ലഭിക്കും. അവിടെ പോയി അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെറോദയിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കി സെറോദയിൽ വേണമെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏഞ്ചൽ വണിലാണെങ്കിൽ ഏഞ്ചൽ വണിൽ ചെയ്യാം. ഓക്കെ, ഈ ബ്രോക്കേഴ്സ് എല്ലാം നല്ല ബ്രോക്കേഴ്സാണ്. തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് നല്ല രീതിയിൽ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ബ്രോക്കേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമാണ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു ചാർട്ട് വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിൽ ഓപ്പൺ ആക്കുക. ഇത് കൃത്യമായിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മളൊരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാൻ പോവാണ്. ഇൻഡിക്കേറ്റർ, അപ്പം ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾ അത് ഇതാണോ എന്ന് ചോദിച്ചിട്ട് ഇട്ടിട്ട് പോകാതിരിക്കുക. ഈ വീഡിയോ അത്ര മനോഹരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത്ര മനോഹരമാണ്, വളരെ സിമ്പിളാണ്, വളരെ സ്മൂത്തായിട്ട് നമുക്ക് എൻട്രി എടുത്ത് പോകാൻ സാധിക്കും എന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ മൂവിങ് ആവറേജ്, എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പം ഒന്നാമത്തെ കേസ്, ഈ മൂവിങ് ആവറേജ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് വീഡിയോസ് അവർ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവർ നെഗറ്റീവായിട്ട് റിസൾട്ട് കിട്ടിയതൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം കുറേ പേര് ഉപയോഗിക്കുന്നുണ്ട്, കുറേ പേർക്ക് നെഗറ്റീവ് റിസൾട്ടൊക്കെ കിട്ടിയതായിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാനിതിൻ്റെ അകത്ത് പോസിറ്റീവായിട്ട് റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു മൂവിങ് ആവറേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് സെറ്റ് ചെയ്യണം ഇതിൻ്റെ ലെങ്ത്ത്. ഇതിൻ്റെ സെറ്റിങ്സിൽ എടുത്തതിന് ശേഷം നമുക്ക് ഇൻപുട്ട് നമ്മളിവിടെ 9 എന്ന ലെങ്തിന് മാറ്റി നമ്മൾ 25 എന്നത് ഇട്ടു. ഓക്കെ, 25 ഇട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റി കൊടുക്കാം, കുറച്ചും കൂടെ ഒന്ന് വ്യക്തമായിട്ട് കാണുന്നതിന് വേണ്ടി. നമുക്ക് ഇതിൻ്റെ സ്റ്റൈല് നമുക്ക് ഇച്ചിരി കൂടെ കടുപ്പത്തിൽ കൊടുക്കാം. ഓക്കെ, കടുപ്പത്തിൽ കൊടുത്തു. ഓക്കെ, കടുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? 25 ദിവസത്തെ സിമ്പിൾ മൂവിങ് ആവറേജ് ആണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ, അതായത് കഴിഞ്ഞ 25 വീക്കുകളിൽ ട്രേഡ് ചെയ്ത പ്രൈസിൻ്റെ ക്ലോസിംഗ് പ്രൈസുകളെല്ലാം കൂടെ കൂട്ടി. അതായത് ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ഈ ഒരു ആഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, 4 ആഴ്ച, 5, 6, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 25. ഈ ഒരു 25 എക്സാക്റ്റ് അല്ല, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ 25 ആഴ്ചകളുടെ ഓരോ വീക്കുകളുടെയും ക്ലോസിംഗ് പ്രൈസുകൾ തമ്മിൽ കൂട്ടിയിട്ട് കിട്ടുന്ന എമൗണ്ടിനെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മൂവിങ് ആവറേജ് 25 സിമ്പിൾ മൂവിങ് ആവറേജ് കിട്ടുന്നത്. ആ ഒരു സിമ്പിൾ മൂവിങ് ആവറേജിൻ്റെ പ്രൈസാണ് 22,877. അപ്പോൾ 25 വീക്ക് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം ഏകദേശം 52 വീക്കാണ്, ഏകദേശം അല്ല 52 വീക്കാണ് ഒരു വർഷമുള്ളത്. അപ്പം 6 മാസത്തെ 25 ആഴ്ച അല്ലെങ്കിൽ 26 ആഴ്ചയാണ് 6 മാസത്തിൽ വരുന്നത്. അപ്പം 6 മാസത്തെ ചാർട്ടിൽ ഉണ്ടാകുന്ന ഒരു ഡിപ്പ് കണ്ടെത്തുന്നതിന് വേണ്ടി ഈ 25 മൂവിങ് ആവറേജ് വീക്ക്ലി ചാർട്ടിൽ കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മൂവിങ് ആവറേജ് ആഡ് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും മൂവിങ് ആവറേജ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മൂവിങ് ആവറേജ് വീണ്ടും ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മാറ്റി കൊടുക്കാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തു, സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തു. നമുക്ക് ഇൻപുട്ട്, ഇനി നമ്മളിവിടെ ലെങ്ത് നമ്മൾ 100 എന്നതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 100 സിമ്പിൾ മൂവിങ് ആവറേജ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ സ്റ്റൈൽ എടുത്തു, അതിൻ്റെ അകത്ത് നമ്മൾ കളർ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഗ്രീൻ ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഗ്രീൻ കളർ ഒന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി. അതിനുശേഷം അതിൻ്റെ കളർ ഇച്ചിരി കൂടെ ഡാർക്ക് ആക്കി കൊടുത്തു. കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതിനും കാണുന്നതിനും വേണ്ടിയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ രണ്ടാമത് വന്നിരിക്കുന്നത് ഈ ഒരു ലൈൻ എന്താണ്? ഇത് 100 മൂവിങ് ആവറേജ് ആണ്. അതായത് ഏകദേശം 2 വർഷത്തെ വീക്കിൽ ക്ലോസിങ് വന്നതിൻ്റെ എല്ലാ പ്രൈസും കൂട്ടി അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൈസാണ് ഈ ലൈൻ. മനസ്സിലായോ? അപ്പം ഒരു 2 വർഷത്തെ ടൈം പീരീഡ് എടുത്തതിന് ശേഷമാണ് നമ്മൾ അപ്പോൾ വലിയ ടൈം ഫ്രെയിമിലേക്കാണ് നമ്മൾ സ്വിച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് വളരെ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നതിന് വേണ്ടിയാണ്. ഇനി നമ്മൾ വീണ്ടും മൂവിങ് ആവറേജ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഏത് മൂവിങ് ആവറേജ് ആണ്? വീണ്ടും മൂവിങ് ആവറേജ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു. എല്ലാ പ്ലാറ്റ്ഫോമിലും ഉണ്ട്, അതുകൊണ്ട് ഒരു വിഷയവുമില്ല. ഏത് പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാലും ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ 200 മൂവിങ് ആവറേജ് എടുക്കാൻ പോവാണ്. ഓക്കെ, 200 എടുത്തു. അതിൻ്റെ അത് നമ്മൾ സ്റ്റൈല് നമുക്ക് കളറൊന്ന് മാറ്റി കൊടുക്കാം. വീണ്ടും നമുക്ക് വ്യക്തമായിട്ടൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്. ഓക്കെ, ഓറഞ്ച് കളർ കൊടുത്തു. നമുക്ക് കുറച്ചും കൂടെ ഡാർക്കാക്കി, അത് കുറച്ചും കൂടെ വലിയ ടൈം ഫ്രെയിം ആയതുകൊണ്ട് കുറച്ചും കൂടെ ഡാർക്കാക്കി. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് 200 മൂവിങ് ആവറേജ്. ഓക്കെ, അപ്പോൾ 200 മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 4 വർഷത്തെയാണ്. 4 വർഷത്തെ, ചെറിയ ടൈം ഫ്രെയിം അല്ല, 4 വർഷത്തെയാണ് ടൈം ഫ്രെയിം. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ FX എടുത്തു. നമ്മൾ മൂവിങ് ആവറേജ് വീണ്ടും എടുക്കുവാണ്. വീണ്ടും വന്നിട്ടുണ്ട് മൂവിങ് ആവറേജ്. അപ്പം ഇത് നമ്മുടെ ലാസ്റ്റ് മൂവിങ് ആവറേജ് ആണ്. ഇതെത്രയാണ്? 300. ഓക്കെ, 300 എടുത്തു. നമ്മൾ ഇതിൻ്റെ കളറ് നമ്മളൊന്ന് റെഡ് ആക്കി കൊടുത്തു. നമുക്ക് ഇതിൻ്റെ വിസിബിലിറ്റി കുറച്ചും കൂടെ ഹാർഡാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ താഴെ കാണുന്നത് ഏതാണ്? താഴെ കാണുന്ന ഈ ഒരു ലൈനാണ് 300 മൂവിങ് ആവറേജിൻ്റെ. അതായത് കഴിഞ്ഞ 300 ആഴ്ചകളുടെ ക്ലോസിംഗ് പ്രൈസുകൾ തമ്മിൽ കൂട്ടിയിട്ട് അതിനെ 300 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു മൂവിങ് ആവറേജ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും 4 മൂവിങ് ആവറേജുകളാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെന്താണ്?
നമുക്ക് കാണാം. ഇനി നമുക്ക് എൻട്രി എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പഴയ ചാർട്ട് തൊട്ട് നമ്മൾ നിഫ്റ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാക്റ്റായിട്ട് നമുക്ക് ഈ നിഫ്റ്റി പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ 6000-ലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ വേണോ വേണ്ടോ എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, നമുക്ക് എക്സാക്റ്റായിട്ട് നമുക്ക് നിഫ്റ്റി എന്ന് പറഞ്ഞ് ഇതിനെ വാങ്ങണമെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോയാണ്, നമുക്ക് ഫ്യൂച്ചറിൽ പോയാണ് നിഫ്റ്റിയുടെ ഈ ഒരു ഇൻഡെക്സ് വാങ്ങാൻ പറ്റുള്ളൂ. പകരം ഇതിന് പകരമായിട്ട് നമുക്ക് ETF നമുക്ക് പർച്ചേസ് ചെയ്യാം. നിഫ്റ്റിയുടെ എക്സാക്റ്റ് കോപ്പിയാണ് നിഫ്റ്റി 50 ETF. അപ്പോൾ പല കമ്പനികളുടെ നിഫ്റ്റി 50 ETF കിട്ടും. അതായത് നിഫ്റ്റി ബീസ് ഉണ്ട് നിപ്പോൺ ഇന്ത്യയുടെ, അതുപോലെ തന്നെ ഒരുപാട് ETF കിട്ടും. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു നിഫ്റ്റി ETF വാങ്ങുക. ആ ഒരു ETF-ൽ ഈ ചാർട്ടുകളെല്ലാം ഇട്ട് നമുക്ക് ഈ എക്സാക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇതിന് പുറകോട്ടുള്ള ടൈം പീരീഡ് 2001 തൊട്ട് 2007 വരെ എടുക്കാത്തത് നമുക്ക് ഒരിക്കലും നഷ്ടമുള്ളതുകൊണ്ടൊന്നുമല്ല. ആ ഒരു സമയത്ത് നമുക്ക് ഏകദേശം ഇത് കണ്ടോ, ഈ ഒരു മൂവിങ് ആവറേജ്, ആ ഒരു മൂവിങ് ആവറേജ് 2 വർഷത്തെ പഴയ ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പ്ലോട്ട് ചെയ്യാൻ തുടങ്ങുള്ളൂ. ഈ ഒരു മൂവിങ് ആവറേജ് പഴയ 6 വർഷത്തെ ഡേറ്റ എടുത്തിട്ടാണ് പ്ലോട്ട് ചെയ്യാൻ തുടങ്ങുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റീജിയൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2007 തൊട്ട് എവിടെ തൊട്ടാണോ മൂവിങ് ആവറേജ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രോ ചെയ്ത് തുടങ്ങിയത് അവിടെ തൊട്ട് എടുക്കാനുള്ള കാരണം നമ്മൾ ഒരിക്കലും ഞാനൊരു നഷ്ടം മറച്ചു വെച്ചതോ ഒന്നുമല്ല. അവിടെയൊക്കെ ചെയ്തിരുന്ന ഒടുക്കത്തെ ലാഭമായിരുന്നു, ഒരിക്കലും നമ്മൾ നഷ്ടം എന്ന് പറയാനില്ല. ഓക്കെ, അപ്പം വീഡിയോ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞു കമൻറ്റ് ചെയ്യുക. വേർഷൻ 2 നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. വേർഷൻ 1, വേർഷൻ 2, വേർഷൻ 3 ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ വേർഷൻ 1-ൻ്റെയും വേർഷൻ 2-ൻ്റെയും ഒരു മിക്സാണ്. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് മെത്തേഡാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമ്മൾ 2005 തൊട്ട് നമ്മൾ നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് എന്ത് സംഭവിച്ചതിനെന്ന് നോക്കാം. 2005 തൊട്ട് ഇതുവരെ. അപ്പോൾ ഫ്യൂച്ചറിലും ഇതുപോലെ തന്നെ മൂവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നതും സ്റ്റോക്ക് മാർക്കറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഇൻഡെക്സ് ഏതായാലും മൂവ് ചെയ്ത് പോകും. കാരണം നിഫ്റ്റി 50-ലെ 50 കമ്പനികളിൽ ഏതെങ്കിലും കമ്പനികൾ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്ടർ പെർഫോം ചെയ്യുന്ന കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകോട്ട് വലിച്ചതിന് ശേഷം 50 കമ്പനികളിലേക്ക് പുതിയ കമ്പനികൾ ആഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് പെർഫോം ചെയ്യണം. ഓക്കെ, പിന്നെ ചെറിയ എന്തെങ്കിലും വാർ സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബഡ്ജറ്റ് അനൗൺസ്മെൻറ്റ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ഷൻ, അങ്ങനെയുള്ള സമയത്ത് എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പാൻഡമിക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മാർക്കറ്റ് ഒന്ന് കറക്റ്റ് ആവും. കാരണം ബാക്കിയുള്ള കമ്പനികൾ പ്രോഫിറ്റ് ഒന്ന് കുറയും. ആ ഒരു സമയത്ത് നോർമലായിട്ട് ഇക്വിറ്റി മാർക്കറ്റ് ഒന്ന് ഡൗൺ ആവും. അപ്പോൾ ആ ഒരു ഡൗൺ ആകുന്ന സമയത്ത് നമ്മൾ ഓപ്പർച്യൂണിറ്റി കണ്ടെത്താനാണ് പഠിക്കുന്നത്. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ലോങ് ടൈമിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ആവും. പക്ഷേ ഞാനിവിടെ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ 2005 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളാണെങ്കിൽ ഈ ഫസ്റ്റ് ബ്ലൂ ലൈൻ ഏതാണ്? 25 മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മൂവിങ് ആവറേജിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സമയത്താണ് നമ്മുടെ എൻട്രി വരുന്നത്. അപ്പോൾ മൂവിങ് ആവറേജിൽ ഇത് ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ എത്ര പർച്ചേസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏറ്റവും അതായത് നമ്മളൊരു ഇപ്പോൾ മാസത്തിൽ നമ്മൾ കുറച്ച് എമൗണ്ട് മാറ്റി വെക്കുന്നവരാണ്. അപ്പം ഈ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇത്രയും സമയം നമ്മൾ ഇൻവെസ്റ്റ് ഒന്നും ചെയ്യത്തില്ല. ഈ ഒരു മൂവിങ് ആവറേജിൽ വരുന്നിടം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യും. ഒരുപക്ഷേ ഇതൊരു എത്രയാണ്, ഒരു 3-4 മാസമാണ്. ഈ ഒരു 3-4 മാസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. മറിച്ച് ആ ഒരു 3-4 മാസം നമ്മൾ മറ്റെവിടെയെങ്കിലും ഈ ഒരു പൈസ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു എമൗണ്ട് നമുക്ക് ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഇത് മുകളിലേക്ക് പോയി അതിമനോഹരമായിട്ടുള്ള പോസിറ്റീവ് റിട്ടേണിലേക്ക് വന്നു. അതിനുശേഷം ആ ഒരു റീജിയനിൽ നമ്മൾ എൻട്രി എടുക്കുമോ? ഇല്ല. പിന്നെ എപ്പോഴാണ് എൻട്രി എടുക്കുന്നത്? നമ്മൾ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ആ ഒരു പോയിന്റിൽ എൻട്രി എടുക്കും. അപ്പം ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ കുറച്ച് എമൗണ്ട് ഒരു SIP ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നമുക്ക് മാറ്റി വെക്കാം. ആ ഒരു സമയത്ത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ഡിപ്പ് കിട്ടുന്നിടം വരെ. ഇവിടെ ഒരു ഡിപ്പ് കിട്ടി, ആ ഒരു ഡിപ്പിൽ വീണ്ടും എൻട്രി എടുക്കണം. ഇനി കുറേ മാസങ്ങൾ ഏകദേശം ഒരു 4, 5, 6 മാസങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്തു. നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തോ? ഇല്ല. നമ്മളെപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു? ഈ ഒരു പോയിന്റിലാണ് വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. കാരണം എക്സാക്റ്റായിട്ട് ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. ഓക്കെ, അപ്പോൾ നല്ല ഒരു എഫോർട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക്, സപ്പോർട്ട്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്നതനുസരിച്ച് കൂടുതലായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇനിയും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത് കണ്ടോ, ഈ ഒരു പോയിന്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇനി ഇത് വീണ്ടും അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം മാർക്കറ്റ് കുറച്ച് താഴോട്ട് പോയി. അതിനുശേഷം വീണ്ടും മൂവ് ചെയ്തു. ഇവിടെ നിന്ന് മൂവ് ചെയ്തു. ഈ ഒരു സമയത്ത് വരുന്നുണ്ടോ? ഇല്ല. ഈ ഒരു സമയത്ത് വീണ്ടും നമ്മുടെ കയ്യിൽ എത്ര എമൗണ്ട് കുറച്ച് കൂട്ടി വെച്ചിരിക്കുന്ന എമൗണ്ട് വീണ്ടും ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് നമ്മൾ ഡിപ്പ് കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നത്. അതായത് നമ്മുടെ 15% എന്നുള്ളത് അത് 30, 40, 50, 60 ചിലപ്പോൾ ഈ ഡബിളായിട്ട് നമുക്ക് റിട്ടേൺ കിട്ടാനുമുള്ള പോസിബിലിറ്റി ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി
വീണ്ടും മുകളിലേക്ക് പോയി, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തോ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഒരിക്കലും അറിയത്തില്ല മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് തന്നെയാണോ പോകുന്നതെന്ന്. ഓക്കെ, അപ്പോൾ മുകളിലേക്ക് തന്നെ വീണ്ടും റാലി കിട്ടി. നമുക്ക് ഈ ഒരു റീജിയനിലൊക്കെ എടുത്തവർ അതിമനോഹരമായിട്ടുള്ള റിട്ടേണുമായിട്ടായിരിക്കും അവരുടെ കയ്യിലിരിക്കുന്നത്. ഏകദേശം ഒരു 2x അല്ലെങ്കിൽ 3x ഒക്കെ ആയിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്കൊരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്താണ്, ഇത് ഇട്ടിട്ട് പോകണോ? വേണ്ട. മറിച്ച് എന്താണ് ചെയ്യുന്നത്, ഒന്നെങ്കിൽ ആ ക്രാഷ് ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു വലിയ പ്രോഫിറ്റ് വേണമെങ്കിൽ അതായത് ഇവിടെയൊക്കെ വലിയൊരു ന്യൂസ് ആയിരിക്കും വരുന്നത്, വളരെ വലിയൊരു വീഴ്ചയൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ പഴയ പ്രോഫിറ്റ് മുഴുവൻ നമുക്കൊന്നെങ്കിൽ വിറ്റ് കളയാം. ഒരു സിംഗിൾ ഓപ്ഷനാണ്. അത് ഞാൻ പറഞ്ഞത്, ഒരു ഷോർട്ട് ടൈമിൽ ഒരു വലിയൊരു ക്രൈസിസ് അല്ലെങ്കിൽ വലിയൊരു വീഴ്ചയ്ക്ക് ഒരു സാധ്യത ഉണ്ടെന്ന് നമുക്ക് ന്യൂസിലും എല്ലായിടത്തും നമുക്ക് ചുറ്റും കേൾക്കാൻ പറ്റും. ആ ഒരു സമയത്ത് മാത്രം, അത് ചെറിയ ചെറിയ കേസുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. മറ്റേതെങ്കിലും രാജ്യങ്ങൾ നമ്മൾ ചെറിയ മാറും കാര്യങ്ങളും ഉണ്ടാകുമ്പോഴും ഒന്നുമല്ല പറയുന്നത്. ഇപ്പോൾ നമ്മൾ കൊറോണ പോലെയുള്ള അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ക്രൈസിസ് വളരെ വലിയ കാര്യങ്ങളുണ്ടാകുന്ന ആ സമയത്ത് മാത്രം നമുക്ക് കിട്ടുന്ന വളരെ വലിയൊരു റിട്ടേൺ ആണെങ്കിൽ നമുക്ക് ഏകദേശം ആ ഒരു കയ്യിൽ തന്നെ വിറ്റ് കളയാം. അതിനുശേഷം ആ ഒരു ക്യാപിറ്റൽ കയ്യിൽ വെക്കാം. അതാണ് ഒന്ന്. ആ ഒരു റീജിയനിൽ നമുക്ക് എക്സിറ്റ് ആണെങ്കിൽ. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മൾ ഇവിടെ ഇട്ടു. ഇനി വീണ്ടും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ധൈര്യമായിട്ട് വീണ്ടും എൻട്രി എടുക്കുകയാണ്. ഓക്കെ, ഇനി എൻട്രി എടുത്തതിന് ശേഷം വീണ്ടും താഴോട്ട് പോരാൻ തുടങ്ങി. അപ്പോൾ താഴോട്ട് പോരാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും നമ്മൾ 2009 കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് 2008 കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വീണ്ടും നമ്മുടെ ഈ ഒരു പ്രൈസ് 100 മൂവിങ് ആവറേജിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്താണ്, അവിടെ SL ഇടണോ? SL ഇടണ്ട. നമുക്ക് വീണ്ടും, അതായത് നമ്മൾ എത്ര എമൗണ്ട് വാങ്ങുന്നോ അതിനേക്കാളും ഇരട്ടി, അതായത് ആദ്യമേ നമ്മൾ വെച്ചിരിക്കുന്ന, ഇവിടെ നമ്മൾ ഒരു SIP ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് നമ്മൾ മന്ത്ലി മാറ്റി വെക്കുന്ന എമൗണ്ട് ആയിരിക്കും നമ്മൾ ഇവിടെ ഇട്ടത്. അപ്പം ഈ താഴോട്ട് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, ഇതിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കുറച്ചും കൂടെ കൂടുതൽ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യാൻ നോക്കുക 100 മൂവിങ് ആവറേജിൽ. അപ്പം 100 മൂവിങ് ആവറേജിൽ നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം അത് മാർക്കറ്റ് താഴോട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പേടിക്കേണ്ട, നിഫ്റ്റിയാണ്, ഇന്നല്ലെങ്കിൽ നാളെ അത് മുകളിലേക്ക് തന്നെ പോകണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും ഇവിടെ 1x ആണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു 100 മൂവിങ് ആവറേജിൽ 2x ഇൻവെസ്റ്റ് ചെയ്യാം. ഈ ഒരു യെല്ലോ ലൈനിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് എത്രയാണ്, 4x ഇൻവെസ്റ്റ് ചെയ്യാം. മനസ്സിലായോ? ഇവിടെ ഒരു 10,000 രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ഇവിടെ 20,000, ഇവിടെ വരുമ്പോഴത്തേനും 40,000 ഇട്ട് ആവറേജ് ചെയ്യാം. ഇവിടെ വരുമ്പോഴത്തേനും നമുക്ക് 80,000 ഇട്ട് ആവറേജ് ചെയ്യാം. 8x. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇനി എന്താണ് സംഭവിച്ചതെന്ന് നോക്കുക. വലിയൊരു ടൈം ഫ്രെയിമിൽ ഒരു ക്രാഷ് ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇവിടെ എൻട്രി എടുത്തു. ഇനി മാർക്കറ്റ് വീണ്ടും അതിമനോഹരമായിട്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങി. എന്ത് മനോഹരമായിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. പിന്നെ നമ്മുടെ എൻട്രി എപ്പോഴാണ് വരുന്നത്? പിന്നെ നമ്മുടെ എൻട്രി വരുന്നത് ഈ ഒരു റീജിയനിൽ ബാക്കിയുള്ളത്. പിന്നെ സാധാരണ രീതിയിൽ എൻട്രി എടുക്കുക പോകുന്നു. 1x, ഇവിടെ വീണ്ടും 1x, അതിനുശേഷം ഇവിടെയും എൻട്രി. ഓക്കെ, അപ്പോൾ എന്ത് മനോഹരമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് നോക്കാം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും എൻട്രി എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, കുറച്ച് കൂടുതൽ എമൗണ്ട് എൻട്രി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി. ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ, അതായത് അതിനേക്കാളും കുറച്ചും കൂടെ എമൗണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും കൂടുതൽ എമൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. വീണ്ടും നമുക്ക് ഈ ഒരു റീജിയനിൽ വീണ്ടും എൻട്രി ഉണ്ട്, ഈ ഒരു റീജിയനിൽ വീണ്ടും എൻട്രി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പം ഇത് കണ്ടോ, കൃത്യമായിട്ടുള്ള ഡിപ്പുകൾ കണ്ടെത്തി മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഈ ഒരു റീജിയനിലൊക്കെ എൻട്രി വരും, ഈ ഒരു റീജിയനിൽ എൻട്രി വരും. അപ്പം ഇവിടെ എല്ലാം എക്സാക്റ്റ് ഡിപ്പിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് ഓർക്കുക. ഈ ഡിപ്പുകളെല്ലാം അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു റാലിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് കിട്ടിയ ആ ഒരു എക്സാക്റ്റ് ഡിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ റിട്ടേൺ ഈ ഒരു 15% ഒന്നുമല്ല, അതിലും വളരെ മനോഹരമായിട്ടുള്ള റിട്ടേൺ ആയിരിക്കും കിട്ടുന്നത്. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നമ്മൾ ഇവിടെ ഈ ഒരു ഡിപ്പിൽ നമ്മൾ എൻട്രി എടുക്കും, ഈ ഒരു ഡിപ്പിൽ നമ്മൾ വീണ്ടും എൻട്രി എടുക്കും കൂടുതൽ എമൗണ്ടിൽ, ഈ ഒരു ഡിപ്പിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ എമൗണ്ടിൽ എൻട്രി എടുക്കും. അപ്പം അതിനുശേഷം വീണ്ടും നമുക്ക് ഇവിടെ എൻട്രി വരും, ഇവിടെ നമ്മൾ കുറച്ചും കൂടെ എമൗണ്ട് കൂടുതൽ ആഡ് ചെയ്ത് എൻട്രി എടുക്കും. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എൻട്രി വരും, മനസ്സിലായി? ഇവിടെ എൻട്രി വരും. കോവിഡിൻ്റെ ക്രാഷിലെത്തിയിരിക്കുന്നു. നമുക്ക് ഇവിടെ എൻട്രി വരും, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ടും കുറേ കൂടെ മാർക്കറ്റ് താഴോട്ട് പോയി. നോ പ്രോബ്ലം, വെയിറ്റ് ചെയ്യുക. നിഫ്റ്റിയാണ്, ഇൻഡെക്സ് ആണ്. അതിനുശേഷം അതിമനോഹരമായിട്ടുള്ളൊരു റാലിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുറേ ദിവസം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സമയത്ത് വീണ്ടും എൻട്രി എടുക്കുന്നത്. വീണ്ടും എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി, ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇവിടെ വീണ്ടും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കണ്ടോ, എക്സാക്റ്റായിട്ട് ഡിപ്പ് മാത്രം കണ്ടെത്തി അതിമനോഹരമായിട്ടുള്ള എൻട്രിയാണ്. എൻട്രി ഇവിടെ കുറച്ചും കൂടെ കൂടുതൽ എമൗണ്ട് ഇട്ടാണ് എൻട്രി എടുക്കേണ്ടത്. ഓക്കെ, കൊറോണ കഴിഞ്ഞപ്പോഴത്തേനൊക്കെ ഒരുപാട് ആൾക്കാർ മാർക്കറ്റിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു പ്രൈസിൽ നമ്മൾ എല്ലാ പ്രൈസിലും ആവറേജ് ചെയ്യാതെ നമുക്ക് എക്സാക്റ്റ് ഡിപ്പ് കണ്ടെത്തി നമ്മുടെ ആ ഒരു എമൗണ്ട് ഒന്ന് എൻട്രി എടുത്ത് വെക്കുകയാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ള എൻട്രീസ് നല്ല ഒരു വാല്യൂവിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. കണ്ടോ, അതിമനോഹരമായിട്ടുള്ള
മനോഹരമായിട്ടുള്ള റാലി. ഓക്കെ, അപ്പം ഈ ഒരു സിനാരിയോയിൽ നമുക്ക് എൻട്രി എടുക്കാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു റീജിയനിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഇല്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത ഒരു ഡിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഡിപ്പ് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഒരുപാട് കുറച്ചും കൂടെ മുകളിൽ പോയി കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഡിപ്പ് തരുന്നത്. അപ്പോൾ ആ ഒരു ഡിപ്പിൽ നമുക്ക് പുതിയ എൻട്രി എടുക്കാം. ഓക്കെ, അപ്പം ഇത് ഒരു അഡ്വാൻസ്ഡ് SIP മെത്തേഡാണ് നമുക്ക് നിഫ്റ്റിയിൽ മാത്രം ആഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നത്, എന്തുകൊണ്ടാണ് വേർഷൻ 2ഉം വേർഷൻ 3യും പറയാൻ കാരണം? അപ്പോൾ നമുക്ക് വേർഷൻ 1ൽ ഇങ്ങനെയുള്ള അമേസിങ് ഇത്രയും വലിയൊരു മാർക്കറ്റ് ഡിപ്പ് അല്ലെങ്കിൽ വലിയൊരു ഇങ്ങനൊരു ഫാൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വേർഷൻ 2 ഉപയോഗിച്ച് നമുക്കിതിനെ അതിമനോഹരമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡിപ്പിൽ നമ്മുടെ പോർട്ട്ഫോളിയോ മൈനസിലേക്കൊക്കെ പോകാം. അല്ലെങ്കിൽ ഈ ഒരു റീജിയനിലൊക്കെ എൻട്രി എടുക്കുന്നവരാണ്, ഡിപ്പ് കണ്ടെത്തി എൻട്രി എടുക്കുന്നവരാണെങ്കിൽ അവരുടെ ഒരു കുറച്ചും കൂടെ മൈനസ് നമ്മുടെ പോർട്ട്ഫോളിയോ കാണും. ലോങ് ടൈമിൽ അത് വളരെ അതിമനോഹരമായിട്ടുള്ള പ്ലസിലേക്ക് പോകാനാണ്. എന്നാലും ആ ഒരു സമയത്ത് നമ്മൾ മൈനസ് കാണുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഒന്ന് പേടിച്ചേക്കാം, ഒന്ന് ഫിയർ ആയേക്കാം. അപ്പം ആ ഒരു സമയത്ത് അതിന് നമുക്ക് അതിമനോഹരമായിട്ട് വേർഷൻ 2 ഉപയോഗിച്ച് നമുക്കിതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവിടെ അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, അതായത് ഈ ഒരു റീജിയനിലൊക്കെ എൻട്രി എടുത്ത് പോയവർ ഇത്രയും നല്ലൊരു റിട്ടേൺ ഉണ്ടായിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞപ്പോൾ റിട്ടേൺ കുറഞ്ഞു പോയല്ലോ എന്ന് ഓർത്തുകൊണ്ടിരിക്കും. ഒരിക്കലും റിട്ടേൺ കുറഞ്ഞു പോയതല്ല, അത് വീണ്ടും നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വേർഷൻ 2 ഇതിനെ മാനേജ് ചെയ്തോളും. ഇങ്ങനെയുള്ള വലിയ ഡിപ്പുകൾ, ഇങ്ങനെയുള്ള ഈ ഒരു കറക്ഷൻസ്, ഇതിനെയൊക്കെ നമുക്ക് വേർഷൻ 2 അതിമനോഹരമായിട്ട്, ഇങ്ങനെയുള്ള ഈ ഒരു മൂവ്മെൻറ്റ് ഇതിനെയൊക്കെ വേർഷൻ 2 കവർ ചെയ്യും. അപ്പോൾ വേർഷൻ 2 അതിനെ കവർ ചെയ്യും. ഈ ഒരു മൂവ്മെൻറ്റ് ഇതിനെയൊക്കെ വേർഷൻ 2 കവർ ചെയ്യും. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം വേർഷൻ 2ഉം വേർഷൻ 1ഉം കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും രണ്ടും ഒരു നല്ല രീതിയിൽ ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ നിഫ്റ്റിയിൽ ഇക്വിറ്റി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമേ തന്നെ അപ്ലൈ ചെയ്യേണ്ട ഒന്നാമത്തെ മെത്തേഡാണ് ഇത്. മ്യൂച്വൽ ഫണ്ടിൽ പോയി നമ്മൾ എല്ലാ പ്രൈസിലും ആവറേജ് ചെയ്യാതെ നമുക്ക്, ഞാൻ നിഫ്റ്റി ബീസും കൂടെ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ നിഫ്റ്റി ബീസ് ആണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇവിടെയും വീക്കിലിയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇൻഡിക്കേറ്റർ, ഈ കാര്യങ്ങളെല്ലാം സെയിം ആണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ETF, നിഫ്റ്റി ബീസ് എന്ന് പറഞ്ഞ ETFിലാണ് എൻട്രി എടുക്കേണ്ടത്. ഒരിക്കലും നിഫ്റ്റി 50 അത് ബൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിലാണ് ബൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എവിടെയാണ്? നിഫ്റ്റി ബേസ് എന്ന് പറഞ്ഞാൽ ETFിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത് എക്സാക്റ്റ് ആയിട്ട് ആ ഒരു നിഫ്റ്റി 50 ഇൻഡെക്സിലേക്ക് തന്നെയാണ് പൈസ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നിഫ്റ്റി 50 ഇൻഡെക്സിൻ്റെ ചാർട്ട് പോലെ തന്നെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. മാറ്റങ്ങളൊന്നുമില്ല, ഒരു മാറ്റങ്ങളുമില്ല. പിന്നെ ഇത് ETF ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വലിയ വലിയ വിക്കുകളൊക്കെ കാണുന്നത്. ബാക്കി ഇതിൻ്റെ പാറ്റേണും കാര്യങ്ങളും ചാർട്ട് മൂവ് ചെയ്യുന്നതും എല്ലാം നിഫ്റ്റി ഇങ്ങനെ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് എൻട്രി എവിടെ വരുന്നത് നമുക്കൊന്നും കൂടെ പ്രീവിയസ് ഡേറ്റ് തൊട്ടൊന്ന് നോക്കാം സിമ്പിളായിട്ട്. അപ്പോൾ ഈ ഒരു റീജിയനിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു റീജിയൻ നമ്മുടെ ഒരു നിഫ്റ്റി ബീസ് വാങ്ങാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇത് എത്രയാണ്? 58 റീജിയനാണ്. പിന്നെ ഈ ഒരു റീജിയനിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ 56 നമ്മൾ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. അതിനുശേഷം ഈ ഒരു റീജിയനിൽ വരുമ്പോൾ 56 വീണ്ടും കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു റീജിയനിൽ വരുമ്പം 60 റീജിയനിൽ വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റീജിയനിൽ വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട് 65 റീജിയനിൽ. അതിനുശേഷം അത് നേരെ 88 എത്തി. വളരെ വലിയൊരു പ്രോഫിറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ എൻട്രി എടുക്കുന്നത് ഈ ഒരു റീജിയനിലാണ്, 85 റീജിയനിൽ. അതിനുശേഷം വീണ്ടും എൻട്രി എടുക്കുന്ന നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുന്നത് ഈ ഒരു റീജിയനിലാണ്, നമ്മുടെ 78 റീജിയനിൽ. അതിനുശേഷം നമുക്ക് ആ ഒരു സമയത്ത് തന്നെ എൻട്രി എടുക്കാൻ 72 ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മൂന്നിൻ്റെയും ആവറേജ് പ്രൈസ് വീണ്ടും നമ്മൾ എടുത്തു. അവിടെ നിന്ന് വീണ്ടും അത് 92 വന്നു. അതിനുശേഷം അത് വീണ്ടും നമുക്ക് ഈ ഒരു റീജിയനിലും 88 വീണ്ടും എൻട്രി എടുക്കാൻ അവസരം കിട്ടി. വീണ്ടും 83 റീജിയനിൽ, എക്സാക്റ്റ് അല്ല, ഞാൻ ഏകദേശം പറഞ്ഞു തരുന്നതാണ് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി. ഈ ഒരു റീജിയനിൽ വീണ്ടും എൻട്രി എടുക്കാൻ വന്നു, 109 തോന്നുന്നു. അതിനുശേഷം ഈ ഒരു റീജിയനിൽ 105 റീജിയനിൽ വന്നു. വീണ്ടും ഇവിടെ 115 എൻട്രി എടുത്തു. 115, 110, 120, 115. ഓക്കെ, ഇവിടെ 129 ആയിട്ട് കൊറോണയുടെ സമയത്ത് എത്ര വരെ വന്നു? അത് 80 വരെ വന്നു. നമുക്ക് 120 എൻട്രി വന്നു, 110 റീജിയനിൽ എൻട്രി വന്നു, 100 റീജിയനിൽ എൻട്രി വന്നു. ഓക്കെ, 100 വരെ വന്നിട്ടുള്ളൂ, താഴോട്ടുള്ള നമുക്ക് എൻട്രി വന്നിട്ടില്ല. ഓക്കെ, അതിനുശേഷം അത് പിന്നെ മൂവ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഇങ്ങനെയുള്ള പ്രൈസിൽ ഈ വിക്കുകൾ നോക്കണ്ട, ഈ ഒരു റീജിയനിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റിയാണ്. അതിനുശേഷം അതിമനോഹരമായിട്ടുള്ള റാലിയാണ്. ഈ ഒരു റീജിയനിൽ എൻട്രി വന്നു, ഈ ഒരു റീജിയനിൽ എൻട്രി വന്നു, ഇവിടെ എൻട്രി വരുന്നുണ്ട്, ഇവിടെ എൻട്രി വരുന്നുണ്ട്, ഇവിടെ എൻട്രി വരുന്നുണ്ട്. ഓക്കെ, എന്ത് മനോഹരമായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ എൻട്രി വരുന്നുണ്ട്, കണ്ടോ? ഈ ഒരു റീജിയനിൽ എൻട്രി എടുത്തിട്ട് ഈ ഒരു റീജിയനിൽ. അപ്പം
എന്ത് മനോഹരമായിട്ടുള്ള ഒരു എൻട്രിയും എന്ത് മനോഹരമായിട്ടാണ് നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് ഒരു ഡിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. മൂവിങ് ആവറേജ് നോക്കി ഫസ്റ്റ് 25 മൂവിങ് ആവറേജ് ആണെങ്കിൽ ചെറിയ എമൗണ്ട് ആഡ് ചെയ്യുക. ഗ്രീനിൽ 100 മൂവിങ് ആവറേജിലേക്ക് വരുമ്പോഴത്തേനും മാർക്കറ്റ് നല്ല ഫിയറിലായിരിക്കും. പക്ഷേ നമ്മൾ ഫിയർ പേടിക്കേണ്ട കാര്യമില്ല. ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഇൻഡെക്സ് ആണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കൂടുതൽ എമൗണ്ട് 100ൽ ആഡ് ചെയ്യാം. 200ലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ എമൗണ്ട് ആഡ് ചെയ്യാം. 300ലേക്ക് പോകുമ്പോഴത്തേന് കുറച്ചും കൂടെ ബൾക്കായിട്ടുള്ള എമൗണ്ട്, ലംസം എമൗണ്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഞാനപ്പോൾ 1x 2x 4x 8x എന്ന് പറഞ്ഞാൽ ഏകദേശം പറഞ്ഞെന്നുള്ളൂ. നമ്മുടെ കേപ്പബിലിറ്റി അനുസരിച്ച് ആഡ് ചെയ്യുക. കുറച്ചും കൂടെ കൂടുതൽ എമൗണ്ട് ഇട്ട് ആവറേജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച്. അപ്പോൾ അത് നമ്മളെ അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ 15% ഒന്നുമല്ല, അതിനേക്കാളൊക്കെ 3-4 ഇരട്ടിയൊക്കെ റിട്ടേൺ നമുക്ക് ഇയർലി ആനുവലൈസ്ഡ് റിട്ടേൺ കിട്ടാൻ തുടങ്ങും. അപ്പം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മെത്തേഡ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോം അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അപ്സ്റ്റോക്സിൻ്റെ എല്ലാ ചാർട്ടുകളും ട്രേഡേഴ്സിന് വേണ്ടി വളരെ മനോഹരമായിട്ട് ട്രേഡ് ചെയ്യുന്നവരൊക്കെയാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ചാർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഈ അപ്സ്റ്റോക്സിലാണ് കാണിച്ചു തന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും. അവിടെ പോയി അക്കൗണ്ട് ഓപ്പൺ ആക്കാം. അല്ലെങ്കിൽ ഏഞ്ചൽ വൺ, സെറോദ ഇങ്ങനെയുള്ള ബ്രോക്കേഴ്സും ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നതിന് യൂസ് ചെയ്യാം. ഇത് വേർഷൻ 1 ആണ്. വേർഷൻ 2 ഈ വീഡിയോയുടെ അവസാനവും കിട്ടും, അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കിട്ടും. ബട്ട് ഒരേ ഒരു കണ്ടീഷനാണ്, 100 കമൻസ് എപ്പോഴാണോ എത്തുന്നത് ആ ഒരു സമയത്തായിരിക്കും കൂടുതലായിട്ടുള്ള, അതായത് വേർഷൻ 1 ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വേർഷൻ 1ൻ്റെ ഡ്രോബാക്സ് ഇതൊക്കെയാണ്. നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യുന്നതനുസരിച്ച് എന്തെങ്കിലും ഡ്രോബാക്സ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതും കൂടെ ഏറ്റെടുത്ത് നമ്മൾ അതിമനോഹരമായിട്ടുള്ള വീഡിയോസ് ഇനിയും ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തായി, കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ്. എൻ്റെ എഫോർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളാണ് ഇത് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. വളരെ പേഷ്യൻസോട് കൂടി വളരെ ഒരു സമാധാനപരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു റിട്ടേൺ അച്ചീവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള മെത്തേഡ്സൊക്കെയാണ് നമുക്ക് ആവശ്യം. ഇതാണെങ്കിൽ നമുക്കൊരു എപ്പോഴും ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ചാർട്ട് ഓപ്പൺ ആക്കി നോക്കുക. ആ ഒരു സമയത്ത് മാർക്കറ്റ് എവിടെയാണ് നോക്കുക. ആ ഒരു സമയത്ത് മാർക്കറ്റ് ആ മൂവിങ് ആവറേജിനോട് അടുത്ത് വല്ലതും വരുന്നുണ്ടോ, ആ ഒരു സമയത്ത് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ള സമയത്ത് മൊബൈൽ മാറ്റി വെച്ചേക്കുക. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പം നെക്സ്റ്റ് വേർഷൻ 2, നെക്സ്റ്റ് വേർഷൻ 3 കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.